ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളും വരുന്നു. രാജ്യാന്തര തലത്തിൽ ലഹരി, സ്വർണം എന്നിവ കടത്തിയെന്ന് കണ്ടെത്തിയതാണ് കേന്ദ്ര ഏജൻസികൾ വിവരം തേടാൻ എത്തുന്നത്. വിമാനത്താവളത്തിന് പുറത്ത് ഇത്രയധികം കഞ്ചാവ് പിടികൂടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അന്വേഷണ വിവരങ്ങൾ എക്സൈസ് ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കൈമാറുമെന്നറിയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ ഏജൻസികളെയൊക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അമ്പരപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? SKN ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ഇങ്ങനെ ഒരു തരത്തിൽ സ്വർണവും കഞ്ചാവും ഒക്കെ തന്നെ കടത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ വലിയ ആശ്ചര്യമാണ് കസ്റ്റംസ് അടക്കമുള്ള ദേശീയ തലത്തിലെ ഏജൻസികൾക്കുള്ളത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം തന്നെ എക്സൈസിനോട് തേടിയിട്ടുണ്ട്. പക്ഷേ തെളിവുകൾ എന്താണ്? ഇത് സംബന്ധിച്ച് മുൻകാല രീതിയിൽ ഈ പ്രതികളെ പിടിച്ചിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. 2017 ഈ തസ്ലീമ സുൽത്താനെ തന്നെ നേരത്തെ ഡൽഹിയിൽ വെച്ച് സ്വർണം പിടികൂടിയിട്ടുണ്ട്. അന്ന് തിഹാർ ജയിലിൽ തസ്ലീമ സുൽത്താന 1.5 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ദേശീയ ഏജൻസികളെ ഞെട്ടിക്കുന്നൊരു വിവരം, ഇത്തരത്തിൽ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവ് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഒപ്പം തന്നെ സ്വർണം, ഈ രീതിയിൽ സ്വർണവും ഇതിനു മുൻപ് ഇവർ കടത്തിയിട്ടുണ്ട്. 2017 മുതൽ ഈ കാലയളവ് വരെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ ഈ രീതിയിൽ സ്വർണം കടത്തിയിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ കേസിലെ പിന്നീട് പിടിയിലായിട്ടുള്ള തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ കഴിഞ്ഞ 2 വർഷത്തിനിടെ യാത്ര നടത്തിയത് 5 രാജ്യങ്ങളിലാണ്. ദുബായ്, ഹോങ്കോങ് അടക്കമുള്ള മലേഷ്യ, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങൾ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട്. അത് എമിഗ്രേഷൻ വിവരങ്ങൾ ഇയാളുടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച് ഇയാൾ വിമാനത്താവളം വഴി തന്നെ സ്വർണം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ഏജൻസികൾക്ക് അറിയേണ്ടത് ഈ കഞ്ചാവിനപ്പുറം ഇവർ കടത്തിയിട്ടുള്ള സ്വർണത്തിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ചാണ്. ഇങ്ങനെ ഈ കേരളം കേന്ദ്രീകരിച്ച് സ്വർണം കടത്തുന്ന ഒരു സംഘമുണ്ടെങ്കിൽ, ഈ രീതിയിൽ കഞ്ചാവും സ്വർണം കടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള കസ്റ്റംസ് അടക്കം തേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സുൽത്താനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് സുൽത്താൻ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വർണവും കഞ്ചാവും കടത്തുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ന മറവിലാണ്. ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു കട ഇയാൾ ചെന്നൈയിൽ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ആ ചെന്നൈയിലെ സ്ഥാപനത്തിൻ്റെ മറവിൽ ഇയാൾ ഔദ്യോഗികമായി തന്നെ വിദേശ രാജ്യങ്ങളിൽ യാത്ര നടത്തി ലക്ഷക്കണക്കിന് രൂപയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ടാണ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇടയിലോ മറവിലോ വെച്ചായിരിക്കാം ഇയാൾ ഇത്രയും അധികം ഈ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത്. സാധാരണ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നതൊക്കെ തന്നെ ഈ വിമാനത്താവളത്തിൽ വെച്ചാണ്. ഏകദേശം ഒരു കണക്ക് വന്നതിൽ വെച്ച് കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷത്തിനിടെ 50 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വിമാനത്താവളത്തിനകത്ത് വെച്ചാണ്. പുറത്തേക്ക് ഇത്രയും അധികം ക്വാണ്ടിറ്റി കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. അത് വിമാനത്താവളത്തിനകത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ വളരെ ഏറ്റവും ബുദ്ധിപൂർവമായ രീതിയിൽ ഇതിനു മുൻപൊന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ കാണാത്ത രീതിയിലായിരിക്കാം ഇവർ ഇത് എത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി ആലപ്പുഴയിലടക്കം ഈ 3 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എത്തിച്ചടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി ഏറ്റവും നിർണായകമായ ഒരു നാളെയാണ് ഈ കേസിൽ ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി അടക്കം 5 പേർക്ക് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി നാളെയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ ആലപ്പുഴയ്ക്ക് വിളിച്ചു വരുത്തുക. SKN. ഓക്കെ, മനീഷ് മഹിപാലാണ് ഈ പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി നമുക്കൊപ്പം ചേർന്നത്.